എൻ്റെ പേര് ജാനകി. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ പുതിയതായി തുടങ്ങുന്ന പഴമയുടെ രുചിക്കൂട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നെത്തോലി പീര പറ്റിച്ചതാണ്. അതിനാവശ്യമായ 250 ഗ്രാം നെത്തോലി കഴുകി വൃത്തിയാക്കിയതാണ് ഉപയോഗിക്കുന്നത്. ഇനി വീഡിയോയിലേക്ക് പോകാം. അതിനാവശ്യമായ നെത്തോലി കഴുകി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിനാവശ്യമായ കൊച്ചുള്ളിയും പച്ചമുളകും കാന്താരിയും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുക്കണം. അതിനുശേഷം കുറച്ച് തേങ്ങ തിരുമിയതും മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. കൊച്ചുള്ളിയും ഇഞ്ചിയും കാന്താരി മുളകും ചതച്ചെടുക്കാം. അത് നമുക്ക് തേങ്ങയിലേക്ക് ഇടാം. ഇനിയും ചേരുവകളെല്ലാം കൂടി ചട്ടിയിലിട്ട് മിക്സ് ചെയ്യാം. മീൻപുളി കഴുകി വൃത്തിയാക്കിയതും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതിലേക്ക് നമ്മൾക്ക് 1.5 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിപ്പഴം, വെളുത്തുള്ളി, മുളക് പൊടി ഇവിടെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം. സ്റ്റൗ കത്തിച്ച് അതിലേക്ക് മീൻ വെക്കാം. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നമ്മളുടെ നെത്തോലി തോരൻ പകുതി പാകമായിട്ടുണ്ട്. ഇനിയും നമുക്ക് ഇതിലേക്ക് 1 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനിയും നമ്മൾക്ക് ചെറുതായി പൊടിയാത്ത രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനിയും അടപ്പ് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറച്ചു നേരവും കൂടെ പറ്റിക്കാൻ വെക്കാം. ഇപ്പോൾ നമ്മളുടെ നെത്തോലി തോരൻ പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾക്ക് ഈ നെത്തോലി പീര ഒരു പ്ലേറ്റിലേക്ക് പകരാം. എല്ലാവർക്കും എൻ്റെ നെത്തോലി പീര ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം.